ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിനാമകീർത്തനം. ഹരിനാമകീർത്തനത്തിലെ അവസാനത്തെ 2 പദ്യങ്ങൾ ഉപസംഹാര പദ്യങ്ങളാണ്. ഈ സ്തോത്രം സംസാരസാഗരത്തിൽ മുങ്ങിപ്പോയ മനുഷ്യർക്ക് കരകയറാനുള്ള ഒരു തോണിയായി തീരണേ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് 65-ാമത്തെ ശ്ലോകത്തിൽ. കരുണാപയോധി മമ ഗുരുനാഥനി സ്തുതിയെ വിരവോടു പാർത്തു പിഴ വഴിപോലെ തീർത്തരുൾക. ദുരിതാബ്ദിതൻ നടുവിൽ മറിയുന്നവർക്കു പരമൊരുബോധമായി വരിക. നാരായണായ നമഃ. കാരുണ്യക്കടലായ എൻ്റെ ഗുരുനാഥൻ ഈ സ്തോത്രത്തെ വേണ്ട വിധത്തിൽ പരിശോധിച്ച് പിഴകളെല്ലാം തീർത്തു തന്ന് അനുഗ്രഹിക്കണം എന്ന് ഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ശ്ലോകം തുടങ്ങിയിരിക്കുന്നത്. ഈ സ്തോത്രത്തിൻ്റെ ആരംഭത്തിൽ ശ്രീ നീലകണ്ഠ ഗുരു തൻ്റെ മനസ്സിൽ അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കണമെന്ന് കവി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ അവസാനത്തിലും ഈ ഗുരുവിനെ തന്നെയാണ് കാരുണ്യക്കടലായി വിശേഷിപ്പിക്കുന്നതും. ഈ സ്തോത്രത്തിലെ പിഴകൾ തീർത്തു തരണമേ എന്ന് അദ്ദേഹത്തോട് തന്നെയാണ് അപേക്ഷിക്കുന്നതെന്നും നമുക്ക് കരുതാവുന്നതാണ്. പിന്നീട് ഈ സംസാര സാഗരത്തിൽ വിഷയാസക്തിയാകുന്ന വിഷം ബാധിച്ച് ദുരിതക്കയങ്ങളിൽ അകപ്പെട്ട് മുങ്ങി കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് ഈ കടലിൽ നിന്നും കരയ്ക്കണയാൻ ഈ സ്തോത്രം ഒരു തോണിയായി തീരട്ടെ എന്ന് കവി ആശിക്കുന്നു. നാരായണ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. കരുണാപയോധി മമ ഗുരുനാഥനി സ്തുതിയെ വിരവോടു പാർത്തു പിഴ വഴി പോലെ തീർത്തരുൾക. ദുരിതാബ്ദിതൻ നടുവിൽ മറിയുന്നവർക്കു പരമൊരു ബോധമായി വരിക. നാരായണായ നമഃ.